അത് ഞാൻ അനീഷിൻ്റെ ഭാര്യ സഹോദരിലേക്ക് പോവുകയാണ്. ശ്രീ ഷൈജു, എന്തിനാണ് അനീഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് നിങ്ങളുടെ മനസ്സിലാക്കൽ? ഹലോ. എന്തിനാന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇത്രയും ദിവസം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ഒരു തുള്ളി ഒട്ടും സമയമുണ്ടായിരുന്നില്ല. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ഒന്ന് മക്കളെയോട് വർത്തമാനം പറയാനോ മറ്റൊരു കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു BLOയുടെ വർക്കുമായി ബന്ധപ്പെട്ട് അത് തീർക്കുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു അദ്ദേഹം. അതുതന്നെയാണ് മെയിനായിട്ടും ആ ഒരു സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ കുട്ടിക്ക് ഏറ്റവും കുട്ടിക്ക് പനിയും മറ്റ് അസുഖങ്ങളുമായിട്ട് മംഗലാപുരം കൊണ്ടുപോകുന്നതിന് പോലും അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. പ്രായമായ മാതാപിതാക്കളാണ് ഇവിടുന്ന് വേറൊരു വണ്ടി വിളിച്ചിട്ട് അവർ മംഗലാപുരം കൊണ്ടുപോകേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ഇതായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദവും എല്ലാം കൂടെ വന്നപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി എന്നാണ് ഞാൻ കരുതുന്നത്. അനീഷിൻ്റെ ജീവിതം അതെങ്ങനെയാണെന്ന് അങ്ങ് നേരിട്ട് കാണുന്നുണ്ടോ? തൊട്ടടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? അതോ നിങ്ങൾ ഒരുമിച്ചാണോ? രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ എങ്ങനെയാണ് ജോലി കഴിഞ്ഞ് എപ്പോഴെത്തും? വന്നു കഴിഞ്ഞാൽ ആ ജോലി തീരുന്നുണ്ടോ? ഞാൻ ആ വീട്ടിലല്ല താമസിക്കുന്നത്. ഞങ്ങൾ വേറെയാണ് താമസിക്കുന്നത്. ഞാൻ അവരുടെ അനീഷിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. പക്ഷേ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ പറയുന്നത് കേൾക്കാം, വന്നു കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് വന്ന് എന്തെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് കുടിച്ചു, എന്നിട്ട് തന്നെ അടുത്ത ഈ സെക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ വന്ന് രാത്രി ആയി കഴിഞ്ഞാലും ഇദ്ദേഹം റൂമിൽ തന്നെ ആയിരിക്കും. കാരണം ഈ കിട്ടിയ സാധനങ്ങൾ മുഴുവൻ സോർട്ട് ചെയ്തെടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കും. അപ്പോൾ അവരൊക്കെ പറയുമായിരുന്നു, ഇത് ഏതായാലും തീരാറായല്ലോ, ഇനി ഒരു ദിവസവും കൂടെ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീർത്ത് കൊടുക്കാം എന്ന രീതിയിലൊക്കെ അവരെല്ലാവരും ഒരു ധൈര്യം കൊടുക്കുമായിരുന്നു. ഇന്നലെയും ഇതേപോലെ തന്നെ രാത്രി 11 മണി വരെ 11:30 വരെയൊക്കെ അദ്ദേഹം ഇരുന്ന് വർക്ക് ചെയ്തിരുന്നതാണ്. കാരണം ഇതിൻ്റെ പേപ്പറുകൾ ഇതിൻ്റെ ആൾക്കാർ കൊണ്ടേ കൊടുക്കുന്നത് ഒരേ സൈഡിൽ നിന്നായിരിക്കുകയല്ല, പല വശങ്ങളിൽ നിന്നുള്ള പല സൈഡുകളിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള പേപ്പറുകളായിരിക്കും കൊണ്ടേ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് സോർട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടേറിയൊരു പണിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് പറയായിരുന്നു, ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച്. ഇതൊന്ന് ഒഴിവാക്കി തരാൻ അഭ്യർത്ഥിച്ചിരുന്നു അല്ലേ? അദ്ദേഹം 3-4 പ്രാവശ്യം ഇദ്ദേഹത്തെ അധികാരികളോട് പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്, ഇതിൽ നിന്നും ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതും ആരും അത്ര ചെവിക്കൊണ്ടില്ല. ഈ ജോലി ഭാരത്തെ കുറിച്ചിട്ട് ആരോടൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് സമ്മർദ്ദം പങ്കുവച്ചിരുന്നത്? ഭാര്യ, അച്ഛനും അമ്മയോടൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? അവരുടെ കാര്യം നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അതെ തീർച്ചയായിട്ടും അവർ വീട്ടിലാണ് അവരിതൊക്കെ പറയുമായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഇന്ന വർക്കുകൾ ഇനി തീരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും നോക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം കൂടെ, കുട്ടികളുടെ ചെറിയ കുട്ടിയാണ്, ഒരു 5.5 വയസ്സുള്ള കുട്ടിയുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നത് കൊണ്ട് അത്രയേറെ പുള്ളി ഒരു മാനസികമായിട്ട് സമ്മർദ്ദത്തിലുണ്ടായിരുന്നു. ഈ സമ്മർദ്ദം ഏത് തലത്തിൽ നിന്നാണ്? ഈ കളക്ടറേറ്റിൽ നിന്നുള്ള സമ്മർദ്ദം, ഇപ്പോൾ മറ്റൊരു ജില്ലയിലെ അവസ്ഥ, മറ്റൊരു ജില്ലയിൽ കോഴിക്കോട് നിന്നുള്ള കളക്ടറുടെ ഒരു സമ്മർദ്ദത്തിൻ്റെ ശബ്ദരേഖ ഇപ്പോൾ നമ്മൾ കേൾക്കുകയുണ്ടായി. എല്ലായിടത്തും ആ സാഹചര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അതല്ലാതെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നു ഷൈജു? ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയായിരുന്നു, ഇങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ അവർ സംസാരിക്കാറുണ്ടായിരുന്നു. അത് ആരെന്തൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. ഇത് ഈ BLOമാരായി പോകുമ്പോൾ അതൊരു കൂട്ടായ പ്രവർത്തനമാണല്ലോ. കൂടെയുള്ളവരും സഹായിക്കാം കുറച്ചുകൂടി. അതായത് ഈ 3-4 ദിവസത്തിനകം ഒരു 1600ഓളം ഫോമുകൾ എത്തിക്കണമെന്നൊക്കെയാണ് ഇവർക്ക് മുന്നിലുള്ള നിർദ്ദേശമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ
സഹായിക്കാമെന്ന് കൂടെയുള്ളവർ പറഞ്ഞിരുന്നോ? അതോ ആ സഹായം കിട്ടാതിരുന്നിട്ടാണോ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുക? അല്ല, സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം ഞങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക്. ശരി, അനീഷിന്റെ വീട്ടിലെ ഒരു സാഹചര്യം പറയാമോ? അനീഷ് ആ വീട്ടിലെ ഏക അത്താണി ആയിരുന്നോ? അച്ഛനും അമ്മയും പ്രായമായവരാണ്, 2 കുട്ടികളുണ്ടല്ലേ? അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, ഒരു സഹോദരനും കൂടി ഉണ്ട്. അവർ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വീട്ടിലുള്ളത് അച്ഛൻ, അമ്മ, പിന്നെ അനീഷിൻ്റെ വൈഫ്, 2 കുട്ടികൾ. ഒരാൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ UKGയിലാണ് പഠിക്കുന്നത്, ആൺകുട്ടി, ഇളയ കുട്ടി. സാമ്പത്തികമായി എങ്ങനെയാണ് സാഹചര്യം? അനീഷ് മാത്രമായിരുന്നു വീടിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ വന്നപ്പോഴത്തേനും എല്ലാം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. സ്കൂളിലായിരുന്നു ജോലി അല്ലേ? സ്കൂളിലായിരുന്നു ജോലി അല്ലേ അനീഷിന്? കേൾക്കുന്നില്ല. ഷൈജു, കേൾക്കാമോ? ഷൈജു കേൾക്കാമോ? സ്കൂൾ ജീവനക്കാരനായിരുന്നു അല്ലേ? ശരി, അനീഷ് ജോർജിന്റെ സഹോദരി ഭർത്താവ് ഷൈജുവാണ് പ്രതികരിച്ചത്. വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സമ്മർദ്ദമായിരുന്നു. കുഞ്ഞിന്റെ അസുഖം വന്നപ്പോൾ പോലും ആ അച്ഛന് സഹായിക്കാൻ പറ്റാതെ, കൂടെ നിൽക്കാൻ പറ്റാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ബന്ധുവിന്റെ പ്രതികരണം. ഞാൻ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.